സോ അങ്ങനെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം. എന്തെങ്കിലും ഡിഫറൻസ് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ വൈസറിന്റെ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഇതുണ്ടായിരുന്നുണ്ടോ, അത് ഞാൻ എടുത്ത് മാറ്റി. അത് ഓൾമോസ്റ്റ് അൺസ്ക്രൂ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ആ പാർട്ട് ഒരുമാതിരി തുരുമ്പടിക്കുന്നുണ്ട്. കൂടാതെ ഈ ബ്ലാക്ക് പാർട്ട് മാത്രമായിട്ട് വെച്ചിട്ട് ഇതിന്റെ ലുക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് അത്ര സുഖം തോന്നുന്നില്ല. എന്നാലും കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ അത് കാണിച്ചു തരാം. നമ്മള് കുറച്ച് മോഡിഫിക്കേഷൻസ് കൂടെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്റെ 45 ലിറ്ററിന്റെ BSDDPയുടെ 45 ലിറ്റർ അലുമിനിയം ബോക്സ് വന്നിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ അത് വീട്ടിൽ ഇരിക്കും. അതിന്റെ ടോപ്പ് റാക്ക് എന്റെ സാധനം വന്നിട്ടില്ല. അത് 9-ാം തീയതി എടുക്കുമെന്നാണ് പറഞ്ഞത്. സോ അത് 9-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ എഴിഞ്ഞു പോണവനാണ് ഓണറ്റോണ്ട് പോകുന്നത്. പേഷ്യൻസ് ഇല്ല ഓട്ടോ കാര്യങ്ങൾ. ഇങ്ങനെ പയ്യെ പോകാനാണെങ്കിൽ ഇതിനാണ് ഇങ്ങനെ ഓണം ഇട്ടുണ്ടോ. കണക്ക് ഓക്കെ. നമ്മൾ പറഞ്ഞു തന്നത് നമ്മൾ മോഡിഫിക്കേഷൻസ് കുറച്ചുകൂടെ ചെയ്യാനുണ്ട്. അത് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കണോ. ഞാൻ കുറച്ച് ആർമോർഡ് പ്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ ലോങ് റൈഡ് പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടൊരു നക്കിൾ പ്രൊട്ടക്ഷന്. അവഞ്ചേഴ്സിന്റെ ഒരു ബജാജ് അവഞ്ചേഴ്സ് 220 ആണ്. നല്ല ലുക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട് കണ്ടിട്ട് ഡോമിനാണ് ഇപ്പൊ. ഓക്കെ. സോ നമ്മുടെ മോഡിഫിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ നക്കിൾ നമ്മുടെ എൽബോയിനും പിന്നെ കാലിന്റെ നക്കിൾസ് അല്ലല്ല, കാലിന്റെ നക്കിൾസ്, അത് തന്നെ നക്കിൾസ് പ്രൊട്ടക്ഷന് മേടിച്ചിട്ടുണ്ട്. അത് 10-ാം തീയതിക്കുള്ളിൽ അത് വരും. സോ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് 2 കയ്യിലിടുന്ന ഗ്ലൗസും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ 10-ാം തീയതി ഒക്കെ ആകുമ്പോഴേ വരുള്ളൂ. ഒരെണ്ണം നാളെ വരും. ഇപ്പൊ എറണാകുളത്തെ ഫെസിലിറ്റിന്ന് വിട്ടിട്ടുണ്ട്. സോ അത് നാളെ പ്രതീക്ഷിക്കാം. അത് നാളെ ഞാൻ കാണിച്ചുതരാം. മറ്റേത് ഇത് എറണാകുളത്ത് അത് 2 ദിവസത്തെ കൊണ്ട് എക്സ്പ്രസ് ഡെലിവറി ആയിട്ട് പെട്ടെന്ന് വരും. അത് എത്തിക്കൊണ്ടിരിക്കും. നാളെ തിരുവനന്തപുരം, എറണാകുളം കഴിഞ്ഞതേ ഉള്ളൂ. മിക്കവാറും നാളെ തിരുവനന്തപുരത്ത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് എത്തിയിട്ട് നാളെ നമുക്ക് കിട്ടും. ഇന്നെനിക്ക് ഒരെണ്ണം വന്നായിരുന്നു. അത് ബൈക്ക് വാഷിന്റെ ഷാമ്പുവാണ്. അത്ര കൊള്ളാമോന്ന് ഡൗട്ടില്ല. എന്തായാലും ഞാൻ ഒരു ബൈക്ക് വാഷിന്റെ ASMR വീഡിയോ ഇട്ടേക്കാം. ആ ASMR വീഡിയോയിൽ ഞാൻ ഈ പർച്ചേസ് ചെയ്ത ഷാമ്പുവിന്റെ റിസൾട്ടുകൾ കാണിച്ചു തരാം. സോ പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്. ടാങ്ക് ബോക്സ് ഉണ്ടല്ലോ, ഫ്രണ്ടില് ടാങ്ക് കാർഡിൽ വെക്കാനായിട്ട് ഞാൻ ഈ 10 ലിറ്ററിന്റെ ഒരു ലോ ക്വാളിറ്റി സാധനമാണ്. ഞാൻ ആക്ച്വലി ഇത് ചെറിയ റൈഡിനും പിന്നെ ഡെയിലി യൂസിനൊക്കെ നമുക്കത് കൊള്ളാമെന്ന് തോന്നുന്നു. നോക്കിയിട്ട് അത് വരുമ്പോൾ 10-ാം തീയതി ആവും. 10-ാം തീയതി ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. 10-ാം തീയതി അല്ല, 7-ാം തീയതി 9-ാം തീയതി ആണ്. എൻ്റെ ഈ ഇതുണ്ടല്ലോ ജോബോക്സിന്റെ ആ ജോബ് റാക്ക് വരാൻ 9-ാം തീയതി എടുക്കും. 9-ാം തീയതി വന്നാൽ മാത്രമേ എനിക്കിത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. നല്ല ലുക്കേ. ഈ ടാങ്ക് ബോക്സ് ഞാൻ ബ്ലാക്കാനും വാങ്ങിച്ചു തരണം, ഫുൾ ബ്ലാക്ക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് മറ്റേ ഇത് കിട്ടിയിട്ടുണ്ട്, ബാക്ക് റെസ്റ്റിന്റെ ആ പാഡ് കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് വീട്ടിൽ ഇരിക്കുകയാണ് സാധനം. ഞാൻ ഇന്നലെ DTDC പോയി എടുത്തത്. ഇതേപോലത്തെ കിളവന്മാരെയൊക്കെ പേടിക്കണം കേട്ടോ. എപ്പോഴാണ് ഇൻഡിക്കേറ്ററിൽ തിരിഞ്ഞിറങ്ങിയത് പറയാൻ പറ്റില്ല. ഇതെന്തോടെ ഇറങ്ങിയപ്പോൾ എല്ലാം ഇതിന് മുന്നറിയിപ്പ് പോലെ.
അതുകൊണ്ടാണ് ഞാൻ പയ്യെ പോണ സ്പീഡ് എടുക്കാൻ പറ്റില്ല, പേടിയാണ്. കുറെ മുന്നറിയിപ്പുണ്ട്. ഇതിപ്പോ ഫുള്ള് ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ. ലുക്ക് വേണമെങ്കിൽ എവിടെ വെച്ച് എത്തിത്തരാം. ചെയിന് പ്രൂവ് ചെയ്തിട്ട് ഒരു 400 സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് പിടുത്തം തുടങ്ങി കേട്ടോ. ഇതാണ് സാധനം, ഫുൾ ബ്ലാക്ക് ആണ്. മറ്റേ വൈറ്റ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ഫുൾ ബ്ലാക്ക് ആണ്. ആ വൈറ്റ് അതെന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്കൊന്ന് റീപോളിഷ് ചെയ്തെടുക്കേണ്ടി വരും. ആ ഫുൾ വൈറ്റ് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബ്ലാക്ക് തന്നെ വേണമെങ്കിൽ, മാറ്റ് ബ്ലാക്ക് വേണ്ട. ഇപ്പൊ ഇതിനകത്ത് ഈ കളർ വരുമ്പോൾ മാറ്റ് ബ്ലാക്ക് കണക്കാണ് നമുക്ക് തോന്നുന്നത്. സോ നമുക്കൊരു പ്യൂർ എപ്പണി ബ്ലാക്ക് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലോസി ബ്ലാക്ക് വല്ല നമുക്ക് അടിച്ച് നോക്കാം, പെയിന്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പൊ ആ തുരുമ്പടിക്കുന്ന ഇതൊക്കെ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ വണ്ടിക്ക് ആക്സിലറേഷൻ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ചെറിയൊരു CC വണ്ടിയാണ്. നമുക്ക് അത്യാവശ്യത്തിന് പയ്യ ഓടിച്ച മൈലേജും കിട്ടും, കായ് കൊടുത്താൽ പറക്കുകയും നമ്മുടെ സിറ്റി റൈഡിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പക്ഷെ ആകുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻ്റെനൻസ് അറിഞ്ഞുകൂടെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പാടില്ല. കാരണം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. കാരണം ലൂബിംഗ് ഒക്കെ ഒരു മെത്തേഡുണ്ട്. നമ്മുടെ ചെറിയ സ്പ്രോക്കറ്റിന്റെ അവിടെയൊക്കെ നമുക്ക് ലൂബ് അടിച്ചു കൊടുക്കും. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വണ്ടി നന്നായിട്ട് പെർഫോമൻസ് തരും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രശ്നം. ഇപ്പം മടിയാണ്, നമുക്ക് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യാൻ വയ്യ എന്നുള്ള രീതിയിലാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ വണ്ടി പൂർ പെർഫോമൻസേ തന്നെയുള്ളൂ. അതേപോലെ വണ്ടി ചീത്താവുകയും ചെയ്യും. ഞാൻ സ്വന്തമായിട്ട് എല്ലാം ഇതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറേ കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. സ്വന്തമായിട്ട് ഇനി ആക്സിലറേഷൻ കേബിളും ക്ലച്ച് കേബിളും എല്ലാം മാറ്റി പഠിക്കണം. ചെറിയ ചെറിയ പണിയൊക്കെ അറിയാം, അതൊക്കെ ഇതിൽ നിന്ന് തന്നെ പഠിച്ചത്. പക്ഷേ ഇനി എല്ലാം പഠിക്കണം. ഓക്കെ, ഞാൻ എന്നിട്ട് വൈസർ കാണിച്ചത് അത് എങ്ങനെ കൊള്ളാമോ ഇല്ലെന്നൊന്ന് കമന്റിലൊന്ന് പറഞ്ഞു. വേറൊരു നല്ലൊരു വൈസർ കിട്ടിയിരുന്നേ അത് വെക്കാം. ഇപ്പൊ ഇതേ ഓപ്ഷൻസ് ഉള്ളൂ. മറ്റുള്ള വണ്ടികളുടെ വൈസറൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് നല്ലതായിട്ട് പിടിക്കുന്നില്ല. കൂടാതെ അഡ്ജസ്റ്റ്മെന്റിൽ വെക്കാനാണെങ്കിൽ അത് കുറച്ച് പാടുപെടും. ചിലത് ഇരിക്കത്തില്ല. പിന്നെ നമ്മുടെ 200V അതെനിക്ക് ഇഷ്ടമല്ല, അപ്പാച്ചിയുടെ. അപ്പൊ ബേസിക് ലുക്കാണ് കാണിക്കുക. ഇവൻ അപ്പാച്ചി ഓടിക്കുന്ന മിക്ക ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല, അത് മാറ്റാൻ നോക്കും. അപ്പോ ഞാൻ ഓരോ രീതിയിലുള്ള എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ഞാനിപ്പോ ഇതിന്റെ നട്ടൽ പ്രൊട്ടക്ഷന് നീ പ്രൊട്ടക്ഷനുള്ള ഗാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു 10-ാം തീയതി എടുക്കുന്നതായിരുന്നു. പിന്നെ നമ്മുടെ ടോപ്പ് ബോക്സിന്റെ ടോപ്പ് റാക്ക് 9-ാം തീയതി വരും. അത് വന്നു കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നവർ കിട്ടുന്നുണ്ട്. ഇപ്പം ഇതില് ഇവിടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും പോകാൻ പറ്റത്തില്ല. എല്ലാം വെള്ളപ്പൊക്കത്തിൽ കിടക്കുകയല്ലേ. അതിന്റെ കൂടാണ്ട് എനിക്ക് ചെവിയുടെ ഇൻഫെക്ഷനും ഉണ്ട്. അതിന്റെ ഒരു ചെറിയൊരു മൈനർ ഓപ്പറേഷനും കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഹീലായിട്ട് നമുക്ക് പയ്യെ പോവാം. പിന്നെ ശരിയാണ്, നമ്മുടെ ടാങ്ക് പാഡിന്റെ പുറത്തേക്കുന്ന ഒരു ബാഗ്, അത് 10 ലിറ്ററിന്റെ ഒരു ലോ ക്വാളിറ്റി സാധനമാണ് ഞാൻ മേടിച്ചത്. വില കുറവാണ് അതിന്. എന്തിനാ അത് മേടിച്ചത്? ഇപ്പൊ ഒരു ചെറിയൊരു ഡെയിലി യൂസിനും അതിനെതിരെയാണ്. റെയിൻ പ്രൂഫ് അല്ല, പക്ഷെ വാട്ടർ പ്രൂഫ് അല്ല. അത് അതിന്റെ കൂടെ ഒരു പ്രൊട്ടക്ട് ചെയ്യാൻ, വെള്ളത്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സാധനം വെച്ചിട്ടുണ്ടോ അവിടെ. ഒരു റെയിൻകോട്ട് അതിന്റെ ആ ബാഗിന്റെ കൂടെ തന്നെ നമുക്ക് തരും. അത് വന്നിട്ട് നമുക്ക് വെച്ചിട്ട് കാണിച്ചിടാം. 10 ലിറ്ററേ ഉള്ളൂ, അതുകൊണ്ട് ചെറിയ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മളെ ഗ്ലൗസ് വെച്ചാലും പിന്നെ ജസ്റ്റ് ഒരു അർജന്റ് ക്യാമറ എക്യുപ്മെന്റ്സ് വെക്കാനും ഇതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും മറക്കുന്നുണ്ടാ കേട്ടോ. പിന്നെ എന്റെ ഈ എഞ്ചിന്റെ
140 ഗ്രേഡിന്റെ ഒരു ഗിയർ ഓയിൽ ഞാൻ പർച്ചേസ് ചെയ്തു. അത് ചെയിൻ ലൂബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന അത് കുറച്ച് ലാഭമാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് പിന്നെ വീണ്ടും മേടിക്കാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന ഞാൻ മോട്ടിയൂളിൻ്റെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കണക്കിട്ട് ഞാൻ എഞ്ചിൻ ഓയിൽ, പഴയ എഞ്ചിൻ ഓയിലിന്റെ ഇതിൽ ലൂബിന്റെ വെച്ചോട്ട് നോക്കി, പക്ഷെ അത് ശരിയാവുന്നില്ല. കാരണം കറക്റ്റ് ലൂബ് ആവുന്നില്ല. ഒരു കുറച്ച് ഓടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ മഴയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെയിൻ്റെ പിടുത്തം തുടങ്ങും. അതുകൊണ്ട് അത് യൂസ് ചെയ്യണ മെത്തേഡാണ് ഞാൻ നടത്തുന്നത്. സോ നമുക്ക് ആ 140 ഗ്രേഡിന്റെ ഗിയർ ഓയിൽ വരുമ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ലൂബ് ചെയ്യുമ്പം അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മെത്തേഡ് തന്നെ തുടങ്ങാം. ലോങ് റൈഡിന് പോകുമ്പോൾ നമുക്ക് ചെയിൻ ലൂബ് തന്നെ യൂസ് ചെയ്യാം. എന്തായാലും അത് എത്തിയിട്ടില്ല. അത് നാളെ എത്തുമെന്നാണ് പറഞ്ഞത്. ശരിയാണ്. അത് ഇന്ന് എറണാകുളം ഫെസിലിറ്റി കഴിയും. നാളെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ എന്തായാലും നാളെ എത്തുമെന്നാ പറഞ്ഞേക്കണം. നാളെ രാത്രി 12 മണിക്കുള്ളിൽ കിട്ടും. പിന്നെ അതല്ലാണ്ട് ഗ്ലൗസ് നാളെ വരുന്നുണ്ട്. ശരിയല്ല, ഒരു ഗ്ലൗസ് നാളെ. ഇത് ഞാൻ ഉദ്ദേശിച്ച വഴി അതല്ലോ. വഴി മാറി പോകുന്നില്ല. ശരിയാണ്, വഴി മാറിപ്പോയി. ഇല്ല, ഇത് കേട്ടോ. ഒരു പട്ടി ഓടിക്കണം. കാറുകാരൻ അത്ര സേഫ് അല്ല, ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഞാൻ മാപ്പും കൂടെ ഒന്ന് നോക്കിക്കോട്ടെ, ഇത് തന്നെയാണോ വഴി. സോ അത്രയൊക്കെ തന്നെ ആട്ടെ. നമുക്ക് ഓർഡർ ചെയ്തിട്ടുള്ള ഈ ചെറിയ കാര്യങ്ങൾ തന്നെ ഇനി അടുത്ത ഒരു ഓൾ കേരള ട്രിപ്പ് അടിക്കുമ്പോൾ അതിന് നമ്മൾ ടാങ്ക് ബാഗ് മാറ്റും. ഇപ്പോൾ 10 ലിറ്ററിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാം. കാരണം ഒരു 22 ലിറ്ററിന്റെയാണ് നോക്കി വെച്ചിട്ടുള്ളത്. അത് പക്ഷെ ഇപ്പൊ ആവശ്യമില്ല. ചെറിയ റൈഡൊക്കെ അടിക്കുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പ് ബോക്സ് തന്നെ കുറച്ച് ഓവറാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും നമുക്ക് ആദ്യം ഒരു ചെറിയ റൈഡ് അടിച്ച് നോക്കാം. 3-ാം ട്രിപ്പ് അടിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ട്രിപ്പ് അടിക്കുമ്പോൾ ടാങ്കിന്റെ കുറച്ചുകൂടെ ഇത് 10 ലിറ്റർ ഉണ്ട്, 12 ലിറ്റർ കൂടി കിട്ടും. അപ്പോൾ അത് വേണോ വേണ്ടതെന്ന് നമുക്ക് പിന്നീട് തീരുമാനിക്കും. സോ ഇപ്പോൾ അത്രയൊക്കെ തന്നെ. നമുക്ക് ഈ ഫ്രണ്ടിലെ വൈസറിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷെ കുറേ കാര്യം ആയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ മോഡിഫിക്കേഷന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. എന്തായാലും സാധനങ്ങളൊക്കെ പെട്ടെന്ന് വരും. വന്ന് കഴിഞ്ഞിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ടോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണ വീഡിയോ ആണെങ്കിൽ പറഞ്ഞാൽ മതി. അത്ര പാടൊന്നുമല്ല. അപ്പോൾ അത്രയൊക്കെ തന്നെ. പിന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരെ